ഇന്ന് വീട്ടിൽ ഒരു പണിയും ചെയ്യാല്ലാതെ വെറുതെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. മനസ്സിലായ കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. എന്നതെല്ലാം പൊന്നല്ല, അതുപോലെ ഇപ്പൊ നടക്കുന്ന ഒന്നും ശരിയല്ല. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്താന്ന് പറഞ്ഞുതരാം. എനിക്ക് നന്നായി ബോറടിക്കുന്നുണ്ട്. തിരിച്ചടിച്ച കൈവേദനിക്കോ എന്നുള്ള സംശയം കൊണ്ട് ഞാൻ തിരിച്ചടിച്ചില്ല. അങ്ങനെ പിന്നെയും ആലോചന പുരോഗമിച്ചു. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. എന്താന്നല്ലേ, ഞാൻ ആദ്യം പറഞ്ഞില്ല ഇരുന്നപ്പോഴാ ബോറടിച്ചെന്ന്. അപ്പൊ കുറച്ചു നേരം നമുക്ക് നീച്ച് നടക്കാം. അങ്ങനെ മന്ദഗതിയിൽ നീച്ച് നടന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ വീട്ടിൽ പെയിന്റ് അടിച്ചപ്പോ എന്തോ തകരാറുണ്ട്. രണ്ട് സൈഡും രണ്ട് കളറാണ്. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. എന്നിട്ട് ഞാൻ ഈ പെയിന്ററെ വിളിച്ച് ചീത്ത പറയാൻ വിചാരിച്ച് നോക്കുമ്പോൾ ആ പെയിന്റർ മുഖം കാണിച്ചു തരില്ല എന്ന് പറഞ്ഞ് മുകളിൽ നിൽക്കുന്നു. ഫേസ് റിവീൽ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഇനിയുള്ള വർക്കുകൾക്കൊക്കെ അത് ബാധിക്കുന്ന പറഞ്ഞത്. നമ്മൾ കാരണം വേറൊരാളുടെ പണിയൊന്നും പോണ്ട. മൂപ്പര് പിന്നെ ഇന്നലത്തെ വെയിലുണ്ടായതൊന്നും അല്ലല്ലോ. ആ പരിശ്രമം പരാജയപ്പെട്ടപ്പോൾ ഞാൻ നിലത്ത് കിടന്ന് ഫാൻ ഓണാക്കി ഫാനിന് എത്ര ലീഫ് ഉണ്ട് എന്ന് എണ്ണി നോക്കി. അങ്ങനെ ആ ദൗത്യത്തിലും ഞാൻ പരാജയപ്പെട്ടു. കാരണം എണ്ണീട്ടും തീരുന്നില്ല. പിന്നെയും വരുന്നു പുതിയ. എന്നിട്ടും മാറുന്നില്ല ബോറ്. അപ്പൊ ഞാൻ ഇല്ല കുട്ടേട്ടനെ വിട്ടിട്ട് ഞാൻ എവിടെയും പോവില്ല. ഈ ദേശമാണ് എന്റെ ദുബായ്, കുട്ടേട്ടനാണ് എന്റെ അറബി. ഞാൻ എന്റെ മണിക്കുട്ടീനെ ഒന്ന് ഓടിച്ചു നോക്കി. എന്താണെന്നറിയില്ല ഗൈസ്, എന്റെ മണിക്കുട്ടി വർക്കിംഗ് അല്ല. നിങ്ങൾക്ക് ബോറടി വരുമ്പോൾ നിങ്ങൾ എങ്ങനെ മാറ്റും ഗൈസ്? എന്നോടും കൂടി ഒന്ന് പറയൂ, എനിക്ക് ബോറടിച്ചിട്ട് വയ്യ. പിന്നെ ഞാനൊന്ന് നടന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ബോറടിയുടെ കാര്യം മനസ്സിലായത്. എന്റെ ഫോണിൽ ചാർജ് ഇല്ല ഗൈസ്. അപ്പൊ ഈ ഫോണില്ലാത്ത കാലത്ത് ഞാൻ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. നിങ്ങൾക്ക് ഇത് റിലേറ്റബിൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദിസ് വീഡിയോ ഈസ് സ്പോൺസർഡ് ബൈ വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. അപ്പൊ ശരി, എല്ലാം പറഞ്ഞോലെ. ഓക്കെ, ബൈ.